ആര്യാടൻ മുഹമ്മദുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആര്യാടൻ മുഹമ്മദുമായി ബന്ധപ്പെട്ടതിൽ 6 വർഷം അല്ല ജയിച്ചിന്റെ കാര്യം അതെ ആ 6 വർഷം അവിടെ ജയിച്ചെങ്കിൽ കൂടെ അവിടെ ആര്യാടൻ മുഹമ്മദിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ജനകീയത ഷൗക്കത്തിലുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിനകത്തും എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ അവിടുത്തെ വർഷങ്ങളായി അവിടുത്തെ ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളുമായിട്ട് നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്ന ആൾ, അവിടുത്തെ ആദിവാസി വിഭാഗമായിട്ട് നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അപ്പോൾ അതിന് അത്രയധികം അദ്ദേഹത്തിൻ്റെതായ സംവിധാനങ്ങൾ മാത്രമുള്ള കോളനികൾ വരെ അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ആ നിലയ്ക്കൊക്കെ അത് എത്ര രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി, ആര്യാടൻ മുഹമ്മദിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അത്ര രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഏത് സ്ഥാനാർത്ഥി വരുന്നു എന്നുള്ളതിനേക്കാളും അപ്പുറം അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് എങ്ങനെ മുന്നോട്ട് നിൽക്കുന്നു. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PV അൻവർ ആരുടെ കൂടെയാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം 2 ടൈം MLA ആയിരുന്ന ആളാണ്. അവിടുത്തെ വിഷയങ്ങളെ ഒരു പരിധി വരെ ഞാൻ അടുത്ത കാലത്തൊന്നും PV അൻവറിനെ കുറിച്ചിട്ട് അവിടുത്തെ മണ്ഡലത്തിൽ ആരും കുറ്റം പറയുന്നത് കേട്ടിട്ടില്ല. നമ്മൾ പൊതുവായ സംവിധാനങ്ങളുടെ മണ്ഡലത്തിലെ ജനങ്ങൾ എപ്പോഴും PV അൻവർ, കാരണം ഇലക്ഷൻ്റെ 6 ദിവസം കഴിഞ്ഞ പ്രാവശ്യം 2021 ഇലക്ഷൻ്റെ 6 ദിവസം മുൻപാണ് വന്ന് നോമിനേഷൻ കൊടുക്കുന്നത്. പുള്ളി ആഫ്രിക്കയിലായിരുന്നല്ലോ. ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച് നോമിനേഷൻ കൊടുത്ത് 6 ദിവസം മുന്നേ വന്ന് നോമിനേഷൻ കൊടുത്തിട്ട് 2700 വോട്ടിന് ജയിക്കുകയാണ്. അപ്പം ജനകീയനാണ്, അവിടുത്തെ ജനകീയനാണ്.